സ്വാമിയേ ശരണമയ്യപ്പ. ഞാനിന്ന് പറയുന്നത് ശബരിമല തിരുവാഭരണ ഘോഷയാത്രയും ഐതിഹ്യവും വഴികളും അതുപോലെ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന, അതായത് 71 വർഷം ശബരിമല അയ്യൻ്റെ ആ തിരുവാഭരണം കൊണ്ടുപോവാൻ പറ്റിയ ആളുടെ മകനെ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ പോലെയുള്ള അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവരൊക്കെ പുണ്യം ചെയ്ത ആളുകളാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറയുകയാണ്. മണ്ഡല മകരവിളക്ക് കാലം ശബരിമല ഭക്തർ കാത്തിരിക്കുന്ന ദിവസങ്ങൾ. അതിൽ പ്രധാനമാണ് തിരുവാഭരണ ഘോഷയാത്ര. ഐതിഹ്യപ്രസിദ്ധമായ തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്നത് പന്തളം സാമ്പിക്കൽ കൊട്ടാരത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ സ്ട്രോങ് റൂമിലാണ്. വൃശ്ചികം 1 മുതൽ ഭക്തജനങ്ങൾക്ക് ഇത് ദർശിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാവും. മകരസംക്രമ നാളിൽ തിരുവാഭരണങ്ങൾ അയ്യപ്പന് ചാർത്തുന്നതിനായി ധനു 28-ന് പന്തളത്തു നിന്ന് കൊണ്ടുപോകുന്ന സവിശേഷമായ ചടങ്ങാണ് തിരുവാഭരണ ഘോഷയാത്ര. അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനായ പന്തള രാജാവ് മകനു വേണ്ടി പണി കഴിപ്പിച്ച ആടയാഭരണങ്ങളാണ് 3 പേടകങ്ങളിൽ പ്രധാന പേടകങ്ങളിലുള്ളത്. മറ്റുള്ള പേടകങ്ങളിൽ രാജാവ് നടത്തുന്ന പ്രധാന ചടങ്ങുകളുള്ള സ്വർണ്ണക്കുടവും മറ്റു സാധനങ്ങളും. കാൽനടയായി 83 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഘോഷയാത്ര ശബരിമലയിൽ എത്തുന്നത്. ഈ സഞ്ചാരപാത തിരുവാഭരണ പാത എന്നറിയപ്പെടുന്നു. അയ്യപ്പനെ യോദ്ധാവായി കാണണമെന്നാഗ്രഹിച്ച പന്തളരാജൻ പണി കഴിപ്പിച്ചത് യോദ്ധാവിൻ്റെ രൂപത്തിലുള്ള തിരുമുഖമാണ്. ആഭരണങ്ങൾ പ്രധാനവും ഇന്ദ്രനീല കല്ല് പതിച്ച ശബരീശ വിഗ്രഹത്തിൽ ചാർത്തുവാൻ പാകത്തിലുള്ള തിരുമുഖം തന്നെ. കൂടാതെ നവരത്ന മോതിരം, ചുരിക, തളിക, പ്രഭാമണ്ഡലം, ആന, പുലി, പൂർണ്ണ പുഷ്കലന്മാർ, വെള്ളി കെട്ടിയ ശംഖ് എന്നിവ പ്രധാന പെട്ടിയിലുണ്ടാകും. പെട്ടിയിലുള്ള ചുരികയും പിടിച്ചാണ് രാജപ്രതിനിധി 18-ാം പടി കയറി ദർശനം നടത്തുന്നത്. രണ്ടാമത്തെ പെട്ടിയിൽ രാജപ്രതിനിധി ശബരിമലയിൽ വഴിപാടായി നടത്തുന്ന കളഭാഭിഷേകത്തിനുള്ള തങ്കക്കുടമാണ്. മൂന്നാമത്തെ പെട്ടിയിൽ ശബരിമല എഴുന്നള്ളിപ്പിനുള്ള ജീവത, അതുപോലെ നെറ്റിപ്പട്ടം, തലപ്പാറ, ഉടുമ്പാറ, മലകളുടെ കൊടികൾ എന്നിവയുമുണ്ട്. ഇതെല്ലാം ഉൾപ്പെട്ടതാണ്. ഇന്ന് നമുക്ക് പ്രത്യേക ഒരു അതിഥിയെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോവാം. നമസ്കാരം. സംശരണം. ഞാൻ ഉണ്ണി കുളത്തിനാൽ. പന്തളത്ത് അയ്യപ്പൻ്റെ പൊന്നു തിരുവാഭരണം 71 വർഷമായി ശബരിമലയിൽ തുടർച്ചയായി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കുളത്തിനാൽ ഗംഗാധരൻപിള്ള ഗുരുസ്വാമിയുടെ മകനാണ്. ഇപ്പോൾ ഞങ്ങൾ ഒരു 30 പേരടങ്ങുന്ന സംഘമാണ് തിരുവാഭരണം അതേപോലെ തങ്കയങ്കിയും ശബരിമലയിൽ എത്തിക്കുന്നത്. അത് പന്തളത്തു നിന്നും വൃശ്ചികം ജനുവരി 12-ാം തീയതി കാൽനടയായി 3 ദിവസം കൊണ്ട് ശബരിമല നടന്ന് മകരവിളക്കിൻ്റെ അന്ന് വൈകിട്ട് അവിടെ ശ്രീകോവിൽ സമർപ്പിക്കുന്നു. അതിനുശേഷം മകരവിളക്ക് മഹോത്സവമാണ് ശബരിമലയിൽ. അതിനുശേഷം 20-ാം തീയതി തിരുവാഭരണം തിരിച്ച് പന്തളത്തേക്ക് കാൽനടയായി 3 ദിവസം കൊണ്ട് തിരിച്ച് പന്തളത്ത് എത്തുന്നു. 23-ാം തീയതി പന്തളത്ത് തിരിച്ചെത്തും. അച്ഛൻ ഇപ്പം എത്ര വർഷം? 71 വർഷം തുടർച്ചയായി. 92 വയസ്സായി. ഇപ്പം അദ്ദേഹത്തിന് വയ്യാത്തത് കൊണ്ട് ശിവൻപിള്ള എന്ന് പറയുന്ന ഗുരുസ്വാമിയാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പം ഞങ്ങൾ 30 പേരടങ്ങുന്ന സംഘം പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമാണ്. കാരണം ഇങ്ങനെ ഒരു പരിചയപ്പെടലിൽ തന്നെ എനിക്കും എൻ്റെ കുടുംബത്തിനും അതേപോലെ ഇത് കേൾക്കുന്നവർക്കും, കാരണം ഇതെന്താണ് നമ്മൾ അതിൻ്റെ ഒരു പവിത്രത അത് ജനുവരി 12-ാം തീയതി ഇവിടെ വന്നതിൻ്റെ അനുഭവിക്കുമ്പോൾ അറിയുള്ളൂ. അതെ അതെ വലിയ ഭാഗ്യമാണ്. അത് എടുത്തുകൊണ്ട് അവിടെ പോകാന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അതെ അതെ. അപ്പോൾ തിരുവാഭരണം എടുക്കുകയും തങ്കയങ്കി എടുക്കുകയും ഇപ്പോൾ തങ്കയങ്കി ഇപ്പോൾ 3 വർഷമായിട്ട് ഞങ്ങളാണ് എടുക്കുന്നത്. നേരത്തെ കാരണം അപ്പോൾ തിരുവാഭരണം ആ സംഘം തന്നെയാണ് ഇപ്പോൾ തങ്കയങ്കി വഹിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ 41-ന് തങ്കയങ്കി എത്തിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. അതൊരു വലിയ മഹാഭാഗ്യമാണ്. അതെ, ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ പറഞ്ഞ് എന്താ പറയുക, അച്ഛനെ പറഞ്ഞ മാതിരി അത്രയും പവിത്രതയായി. കാരണം ഇത്രയും വർഷം പണ്ട് തിരുവാഭരണം കൊണ്ടുപോകുന്നത് ഒരു 6 പേരാണ്. ഈ 3 പെട്ടിയുണ്ട്. ഈ 6 പേര് മാറി മാറി എടുത്തിട്ടാണ്. അല്ല, ഞങ്ങൾ കണ്ടിരിക്കണം അതിലൊക്കെ അങ്ങനെ വയസ്സായിട്ട് പോലും ആ ഒരു ക്ഷീണം അച്ഛനറിയാതെ അത് ഏറ്റുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കൃപ തന്നെയാണ്. 92 വയസ്സായി. ഇപ്പോൾ അദ്ദേഹത്തിന് വയ്യ. ഇതിൽ 71 വർഷം തുടർച്ചയായിട്ട് അദ്ദേഹം തിരുവാഭരണം എടുത്തയാളാണ്. അദ്ദേഹത്തിന്റെ മകനായി പിറന്നതിൽ അങ്ങേക്കും അതിന്റെ സുഹൃതമാണ്. അതെ, ഞങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ അത് അതിലേറെ സന്തോഷമാണ്. എല്ലാ
ഭക്തർക്കും അതൊരു സാധിച്ചത്. ശരി.